ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൻ്റെ സൈസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു ഇമേജ് എടുക്കുക, അതിൻ്റെ ഒപ്റ്റിമൈസ് ഈ കാണുന്ന സൈസിലേക്ക്, അതിൻ്റെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കംപ്രസ് ചെയ്തിട്ടുള്ള ഈ സൈസിലേക്ക് നിങ്ങൾ JPG ഫോർമാറ്റ് എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫേസ് 80% കവറായിരിക്കണം, ചെവി അടക്കമുള്ള കാര്യങ്ങളും കാണണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ്, ഈ കാണുന്ന ഈ സൈസിലേക്കുള്ള വലിയ സൈസിലുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് വേണം. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 10 എണ്ണം നിങ്ങൾ ഫിസിക്കലി ഒരു 10 to 15 എണ്ണം കയ്യിൽ വയ്ക്കുക. പോസ്റ്റ് കാർഡ് 1 or 2 മതിയാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ കോപ്പി, ഒറിജിനൽ ഹൈ ക്വാളിറ്റി കോപ്പിയും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൈസിലേക്ക് എടുത്തു വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് പ്രിൻ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഹൈ ക്വാളിറ്റി സൈസിലുള്ളതാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത്. നമ്മുടെ 10 വിരലിൻ്റെയും തമ്പ് ഇംപ്രഷൻ വേണമായിരുന്നു. 10 വിരലുകളുടെയും ഇത് നമ്മൾ ഇങ്കിൽ മുക്കിയിട്ട്, നമ്മുടെ ഇങ്ക് പാഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഓരോ വിരലും മുക്കി ആ പേപ്പറിൽ വെച്ച് അത് സ്കാൻ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇതിന് ഹൈ ക്വാളിറ്റി കരുതുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സൈസിലേക്ക് ആക്കിയിട്ട് അതും നിങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ ആക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ സൈന് വേണ്ടത്. അതും വെള്ള പേപ്പറിൽ ഒരു ബ്ലൂ പെന്നിൽ നിങ്ങൾ സൈൻ ഇട്ടിട്ട് അതും സ്കാൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്ത് നിങ്ങൾ റെഡിലി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കേണ്ടതുണ്ട്. ഫിസിക്കൽ പ്രിൻ്റുകൾ അത് നിങ്ങൾക്ക് പിന്നീട് മതിയാവും, പക്ഷേ അതും ഈ കൂട്ടത്തിൽ തന്നെ എടുത്തു വയ്ക്കുക. ആ ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. പെട്ടെന്ന് നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ ഇത് തന്നെ നമുക്ക് വേണ്ടി വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇമെയിൽ വെച്ച് സൂക്ഷിക്കണം ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ അഡ്മിഷൻ കഴിയുന്നവരേക്ക് നിർബന്ധമായിട്ട് വേണം. പിന്നീടും ചിലപ്പം ഇതേ ഫോട്ടോ തന്നെ ആവശ്യം വന്നേക്കാം. ഇത് തന്നെയാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുമ്പോഴും നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെൻറ്റ്സുകൾ വേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ID കാർഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ രജിസ്ട്രേഷൻ കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ഒറിജിനൽ ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ബെറ്റർ സ്കാൻ ചെയ്ത് നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ SC ST OBC അതുപോലെ തന്നെ EWS, ഇനി PWD ഒക്കെ നിങ്ങൾ ആ വിഭാഗത്തിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പല സമയത്ത് പിന്നീട് അവസരമൊക്കെ തരാറുണ്ട്, പക്ഷേ എങ്കിലും നേരത്തെ കൂട്ടി നമ്മളിത് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ടൈം തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യാം. ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതാണ്. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുന്നൊരു ഇമെയിൽ ID ആണ് വേണ്ടത്. കാരണം OTP അടക്കമുള്ളതിനകത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിം നിങ്ങളുടെ അതിനകത്ത് ഫോണിലിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോൺ വേണം. കാരണം എല്ലാ ഇൻഫർമേഷനും SMS ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിനകത്ത് ആക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് വിദേശത്തുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം വരാറ്. അപ്പോൾ നിങ്ങൾ പുറത്ത് നമ്പർ കൊടുക്കാൻ പറ്റുമെങ്കിലും പലപ്പോഴും ഈ OTP പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ബെറ്റർ നാട്ടിലൊരു നമ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആൾട്ടർനേറ്റ് നമ്പർ നിങ്ങൾ പുറത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ NRI വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ് വേറെ തന്നെയുണ്ട്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളൊരു NRI സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫിന് പാസ്പോർട്ട് കൊടുത്താലും മതിയാവും, ആധാർ കാർഡും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ. ഇനി ബെറ്റർ നിങ്ങൾ ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അത് നമുക്ക് പിന്നീട് എല്ലാ ആവശ്യങ്ങൾക്കും നാട്ടിൽ ആധാർ കാർഡ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കും. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് വേണം. ഒരു പ്രവേശനം ലഭിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനും റാങ്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച കോളേജ് പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്.